പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു തത്സമയം. ഈ പ്രാവശ്യം എന്ന് പറയുന്നത് ഗുരുതരമായ വിഷയങ്ങളാണ്. ഇത് കേരളമാണോ എന്ന് സംശയിക്കുന്ന തോന്നുന്ന തരത്തിലുള്ള കുന്നംകുളത്ത് നിന്ന് പുറത്തു വന്ന പോലീസിലെ കസ്റ്റഡി മർദ്ദനം അതൊരു തുടക്കമായിരുന്നു. അതിൽ നിന്ന് തുടങ്ങിയിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപകമായി പോലീസ് മർദ്ദനത്തിൻ്റെ ക്രൂരമായ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഒരു കാലത്തും കേരളത്തിൽ നടക്കാത്ത, കേരളത്തിലെ പോലീസ് ചെയ്യാത്ത ക്രൂരകൃത്യങ്ങളാണ്. നിരപരാധികളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ. ഏറ്റവും അവസാനത്തെ ഞെട്ടിച്ചുപോയി. കാരണം CPM ഒരു അഴിമതി കൊണ്ടുവരും എന്നൊരു DYFI നേതാവ് പറഞ്ഞപ്പോൾ ആ DYFI നേതാവിനെ 2 മണിക്കൂറിനകം കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയാണ്. അയാൾ മരിക്കുകയാണ് 4 മാസത്തിനുള്ളിൽ. അയാളുടെ മാതാപിതാക്കൾ പരാതി കൊടുത്തിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി CPM നേതാക്കളുടെ ആവശ്യാനുസരണം ക്രൂരമായി മർദ്ദിച്ചു കൊന്നതാണ്. ഇതുപോലുള്ള നിരവധി കേസുകൾ കേരളത്തിൽ പുറത്തു വരികയാണ്. മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള, പോലീസിൻ്റെ ചുമതലയുള്ള മന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും മറുപടിയില്ല. ആ മുഖ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ നിയമസഭയിൽ ഉറപ്പായി ഇതിന് മറുപടി പറയിപ്പിക്കും. നിയമസഭ അതിനുള്ള വേദി കൂടിയാണ്. മുഖ്യമന്ത്രി ഉത്തരവാദിയാണ്. മുഖ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ അതിന് മറുപടി പറയിപ്പിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളമാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നാണ് ഞങ്ങളുടെ ആരോപണം. അതിന് ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം, ആരോഗ്യ വകുപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താണ് അസുഖമെന്ന് അറിയില്ല, ലക്ഷണമെന്ന് അറിയില്ല, പ്രതിരോധം എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു തയ്യാറെടുപ്പ് നടക്കുന്നില്ല. 16 പേരാണ് മരിച്ചത്. ഇനി എത്ര പേര് മരിക്കുമെന്ന് അറിയത്തില്ല. അത് മരിച്ചത് ഇതുകൊണ്ടാണോ എന്ന് ഇവർക്ക് ഒരു രൂപവും ഇല്ല, ഒരു ഇതുമില്ല. ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അപകടകരമായ രീതിയിലേക്ക് പോകുന്നു. മലയോരത്താണെങ്കിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നു. ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. തീരപ്രദേശത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലംസൺ ഗ്രാൻഡ് പോലും കൊടുക്കുന്നില്ല. സാമ്പത്തികമായി കേരളം തകർന്നു തരിപ്പണമായി. ഇപ്പോൾ പുതിയ GST ഭേദഗതി കൂടി വരുന്നതോടുകൂടി കേരളം ഇതിനെങ്ങനെ നേരിടുമെന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപകടത്തിലേക്കാണ് കേരളം പോകുന്നത്. തീർച്ചയായും ഈ കേരളത്തെ ഈ ദുസ്ഥിതിയിലാക്കിയ ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ വിചാരണ ചെയ്യും. അതാണ് നടക്കുന്നത് നിയമസഭയിൽ. അതൊക്കെ ഇതെല്ലാം 10ാമത്തെ കൊല്ലമാണല്ലോ. ഇത്രയും 1000-ലധികം ആളുകൾ മരിച്ചു. ഞങ്ങളുടെ മലയോര യാത്രയുടെ കൂടി വിജയമായി ഞങ്ങളതിനെ കാണും. തീർച്ചയായും നിയമപരമായി കൊണ്ടുവരുന്ന ഏത് നിയമനിർമ്മാണത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കും. അതിനെന്താ ബുദ്ധിമുട്ടെന്താ? ഞങ്ങളല്ല അത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത്. ഞങ്ങളല്ല UDF-ലെ മലയോര സമരയാത്ര നടത്തിയത്. ഈ വിഷയം കേരളത്തിൻ്റെ ഫോക്കസിലേക്ക് കൊണ്ടുവന്നത്, പരിക്ക് പറ്റിയവരുടെ വിവരങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങളാണ്. മരിച്ചവരുടെ എണ്ണം കൊണ്ടുവന്നത് ഞങ്ങളാണ്. നഷ്ടപ്പെട്ട കൃഷിയുടെ കണക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണ്. പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിമാൻഡുകളിൽ ഒന്നാണ്. അതുമാത്രം പോരാ, പ്രതിരോധ നടപടികൾ വേറെ ഒരുപാട് വെടിവെച്ചാൽ മാത്രം പോരാ. പ്രതിരോധ നടപടികൾ പരമ്പരാഗതമായി ചെയ്യുന്ന നടപടികൾ ചെയ്യുന്നില്ല, ആധുനികമായ സങ്കേതങ്ങൾ ചെയ്യുന്നില്ല. ഇത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. ഇപ്പോൾ ഈ അമെൻമെൻറ്റ് എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ ജനങ്ങളെ വിധിക്ക് വിട്ടു കൊടുത്തിരിക്കുകയായിരുന്നു. അതിനൊരു മാറ്റം. സർക്കാരിനെതിരെ നിങ്ങൾക്ക് ആഞ്ഞടിക്കാൻ ഒരുപാട് വിഷയങ്ങളുള്ളപ്പോൾ തന്നെ നിങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ നിരവധി വിഷയങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടം പിന്നെ പറഞ്ഞു ഏതൊക്കെ വിഷയമെന്ന് പറഞ്ഞു ഞങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ പറ്റും. അല്ല പറഞ്ഞു ഏതൊക്കെ വിഷയമാണെന്ന് പറഞ്ഞോ, ഞാൻ അതിനെല്ലാം മറുപടി അറിയാം. അല്ല, അതൊക്കെ അവർ തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ നിയമസഭയിൽ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. അത് ഗൗരവമായിട്ട് ഉന്നയിക്കും. ഈ നേരത്തെ പറഞ്ഞൊരു വിഷയം, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച വിഷയം, ഞങ്ങൾക്ക് അതിലാരാണ് പ്രതിരോധത്തിൽ? പ്രതിരോധത്തിൽ ഗവൺമെൻറ്റാണ് പ്രതിരോധത്തിൽ. ഞങ്ങൾക്ക് മുമ്പാകെ ഈ വിഷയം വന്നു. അപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയായിരുന്നു. പരാതിയില്ല, FIR ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളോടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിൻ്റെ ഭാഗമായി അദ്ദേഹം രാജിവെച്ചു. രണ്ടാമത് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെയോ പാർലമെൻ്ററി പാർട്ടിയുടെയോ ഭാഗമല്ല ആണല്ലോ. ഞങ്ങൾ അങ്ങനെ നടപടിയെടുത്തതിൻ്റെ അഭിമാനത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഒരു കാര്യം അപ്പോൾ അപ്പുറത്താ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഇക്കാര്യത്തിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ തല കുനിച്ച് പിണറായി വിജയനെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും. കാരണം അവരുടെ കൂട്ടത്തിൽ റേപ്പ് കേസിലെ പ്രതികരിക്കുക, നിരവധി ലൈംഗിക സ്ത്രീ പീഡന കേസുകളിലെ, നാണം കെട്ട സ്ത്രീ പീഡന കേസുകളിലെ ആളുകൾ മന്ത്രിമാരായിരിക്കുക, അവരൊക്കെ അവിടെ തന്നെ ഇരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് അവരാണ് പ്രതിരോധത്തിൽ. അത്തരം വിഷയങ്ങളുമായിട്ട് അവർ വന്നാൽ
അവർക്ക് നേരെയുള്ള FIR ഞങ്ങൾ വായിക്കും. അത് മതിയല്ലേ? അല്ല, ഈ രാഹുൽ വന്നു കഴിഞ്ഞാൽ രാഹുലിനെ പ്രതിരോധിക്കും. അല്ലല്ല, അതൊക്കെ സംഘടനാപരമായ തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ അല്ലല്ല, അതൊക്കെ ഞങ്ങൾ ഉചിതമായ തീരുമാനം അല്ല. അത് എന്ത് വേണം എന്ന് നമ്മളെ പാർട്ടിയല്ല തീരുമാനിക്കണം. അത് പാർട്ടി പ്രഖ്യാപിക്കും. പാർട്ടി പ്രഖ്യാപിക്കാത്തൊരു തീരുമാനത്തിൽ കയറി ഞാൻ അഭിപ്രായം പറയാൻ പാടില്ല. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ എല്ലാവരും കൂടി ഏകകണ്ഠമായി എടുത്ത തീരുമാനം, ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനം. അതിനകത്ത് ഒരുപാട് പേർക്ക് കുറച്ചുകൂടി തീവ്രമായ അഭിപ്രായം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി. പക്ഷെ ഞങ്ങൾ ലീഡർഷിപ്പ് പറഞ്ഞ ഇതാണ് സ്ഥിതി. എല്ലാവരും കൂടി ഏകകണ്ഠമായൊരു തീരുമാനം എടുത്തു. ഡൽഹിയിൽ നിന്ന് നമ്മുടെ ദേശീയ പാർട്ടിയാണ് പൂർണ്ണമായ അംഗീകാരം. അവരിത് പഠിച്ചു മനസ്സിലാക്കി ഈ നടപടി യുക്തമായ നടപടിയാണ് ഉടനെടുക്കാൻ അനുവാദം തന്നു. അതിനുശേഷം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ദൗർഭാഗ്യവശാൽ അതിനുശേഷം എന്നെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്ത് എന്നെ മാത്രം ആക്രമിക്കാം. എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞങ്ങളത് അന്വേഷിച്ച ആരാണെന്ന്. ഒരു 25 പേരാണ്. ആ 25 പേർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. പാർട്ടിയുടെ ഒരു പരിപാടി പങ്കെടുക്കുന്ന ആളല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ചിൽ പങ്കെടുത്തിട്ടില്ല. ഒരു പരിപാടിയിൽ പങ്കെടുക്കാത്ത കുറേ ആളുകൾ, വിദേശത്തും പുറത്തുള്ള കുറേ ആളുകൾ, അവരുണ്ടാക്കുന്ന ഫേക്ക് ഐഡിയകളും. അപ്പോൾ 25 പേര് ഇവരുണ്ടാക്കുന്ന ഫേക്ക് ഐഡിയയും കൂടി ഒരു 100 പേര് ഇങ്ങനെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പേടിച്ചോടണം. ഇനി എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനത്തിൽ എന്നെ മാത്രമാണ് പറയുമെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ തീരുമാനം എടുത്തത്? എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഇനി അല്ല, ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. ഞാനതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. എല്ലാവർക്കും ഉണ്ട്, എന്നാലും ഞാൻ ഏറ്റെടുക്കുന്നു. ഞാനത് പേടിച്ചോടുമോ? അല്ലല്ല, പാർട്ടിക്കാരെല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു പാർട്ടിക്കാരനും വന്നൊരു വാർഡ് സെക്രട്ടറി പോലും വന്ന് എതിരഭിപ്രായം പറയുന്നില്ല. പറയുന്നത് ഇവരാണ്. ഇവരെല്ലാം ഉണ്ടാക്കുന്ന ഇതനുസരിച്ച് നമുക്ക് തീരുമാനം മാറ്റാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡിയയിലും അല്ലാതെ നടക്കുന്ന ആക്രമണത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി എടുത്ത തീരുമാനം മാറ്റാൻ പറ്റുമോ? പാർട്ടി എടുത്ത തീരുമാനം പാർട്ടിയുടെ ബോധ്യങ്ങളിൽ നിന്ന് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളെന്താ ചെയ്ത് ഇപ്പം ഞാൻ നാളെ ഒരു തെറ്റ് ചെയ്താൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.